ഈ ചിറയൻകീഴ് ഒരിക്കലും മറിയാത്ത ഇപ്പോൾ ധർമ്മടം പോലെ തലശ്ശേരം പോലത്തെ ഒരു പാർട്ടി കോട്ടയാണെന്നായിരുന്നു പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. മനോജ് ഇടമണെ നമുക്ക് ഒട്ടും അങ്ങനെ കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും രമ്യ ഹരിദാസ് വന്നതോടുകൂടി ആ മത്സരത്തിന്റെ ഒരു തീ പാർന്ന മത്സരമായിട്ട് തീ പാർന്നു എന്നാണ് ഇവള് പറയുന്നത്. അങ്ങനെ ഒരു തീ ഉണ്ടോ? കാരണം ചിറയൻകീഴ് ഒരു വലിയ മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാ മേഖലകളിലും. പ്രത്യേകിച്ച് തീരദേശ മേഖലയാണ്. മത്സ്യബന്ധനത്തിൽ 79ഓളം കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ഒരു വീടിൻ്റെ അത്താണിയെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെയുള്ള മത്സ്യബന്ധന തൊഴിലാളികളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന അവരുടെ ഒരു അനുഭവങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങളും കൂടി ഒരു ക്ലബ്ബ് ചെയ്തുകൊണ്ട് ആ ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളൊരു വലിയൊരു ആവശ്യം ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങുന്ന വോട്ടർമാർക്കൊരു അപരിചിതത്വം ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം കേരളത്തിൽ എല്ലാ ഇടങ്ങളിലുമുള്ള മനുഷ്യരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം ഒരേ രീതിയിലാണ്. അത് ഇപ്പം തീരദേശ മേഖലയിലെ സാഹചര്യം ആയിരിക്കില്ല ഇപ്പോൾ പാലക്കാട് നെൽപ്പാടമുള്ള സ്ഥലങ്ങളിൽ, അതായിരിക്കില്ല കുന്നുകളുള്ള മറ്റൊരു ജില്ലയിൽ. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളല്ലാതെ മനുഷ്യരെല്ലാം ഒന്നാണ്. രമ്യ ഹരിദാസിനൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമെന്നുള്ള അതല്ല, നമ്മളോട് ആലത്തൂരുകാർ കാണിച്ച ഒരു സ്നേഹം പോലെ തന്നെ ചിറയൻകീഴുകാരും ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നൽകുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും ഇവിടെ ഇത്രയും കാലങ്ങളായിട്ടൊരു സ്പോർട്സ് ഒരു മേഖലയിലേക്ക് ഗ്രൗണ്ട് ഇല്ല എന്നുള്ള വലിയ പരാതികളിലാണ് ഒരു വലിയ സ്പോർട്സ് ക്ലബ്ബ് തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ നാളെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കടലിനോട് മല്ലിടുന്ന കടലിൻ്റെ മക്കളാണ്. അപ്പം അവർക്ക് കായിക മേഖലയിൽ ഒരുപാട് ഈ രാജ്യത്തിനും കൊച്ചു കേരളത്തിനുമൊക്കെ സംഭാവന ചെയ്യാൻ സാധിക്കും. അപ്പം അവരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ആവശ്യം ഗ്രൗണ്ട് വേണം എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ജനപ്രതിനിധിയായി കടന്നു വരുമ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവർക്കത് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമ്മളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു പ്രത്യേകം. ചിറയൻകീഴിലേക്ക് ഒരു വീടൊക്കെ എടുത്ത് താമസം മാറ്റാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. താമസം ആരംഭിച്ചു കഴിഞ്ഞു. ചിറയൻകീഴുകാരിയായി മാറി. ഈ അപ്പം മത്സരിക്കുന്ന ഇപ്പം LDFന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആണെങ്കിലും ഇവിടെ ഉള്ള ആളാണ്, ഇവിടെ ജനിച്ചു വളർന്ന ആൾ കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഒരു വെല്ലുവിളിയാകുമോ നമുക്ക്? കാരണം ജനങ്ങൾ ഇത്തവണ UDFനൊപ്പം ചേർന്ന് നിൽക്കാൻ, UDFനൊപ്പം ചിറയൻകീഴൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ അതിദരിദ്രരില്ലാത്ത നാടാണ് എന്ന് പ്രഖ്യാപിച്ച കൊച്ചു കേരളത്തിൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ബീച്ച് ഏരിയയിലാണ്. നിങ്ങൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലേക്ക് ഉള്ളിലേക്കൊന്ന് കടന്നാൽ അതിദരിദ്രരില്ലാത്ത കേരളമായി പ്രഖ്യാപിച്ച് കേരളത്തിൽ തന്നെയാണോ ഈ അഞ്ചുതെങ്ങും അതേപോലെ കഠിനംകുളവും ചിറയൻകീഴിൻ്റെ തീരദേശ മേഖല എന്നുള്ളത് സ്വാന്തനയ്ക്ക് തന്നെ ഒരു സംശയം തോന്നാനുള്ള സാഹചര്യമുണ്ട്. നേരെ പോയാൽ മതി. ഇവിടെ നിന്നൊന്ന് കയറി നോക്കിയാൽ, കാരണം സ്ലാബ് മുഴുവൻ പൊളിഞ്ഞു വീണു. പണ്ട് ഉണ്ടാക്കിയ വീടുകൾ ഈ കോസ്റ്റൽ ഏരിയയിലുള്ളത് കമ്പി മാത്രമായിട്ട് നിൽക്കുക. കിടപ്പ് രോഗിയായിരിക്കുന്ന ഒരു അപ്പൻ്റെ നെഞ്ചിലേക്ക് സിമൻറ്റ് കട്ടകൾ പൊളിഞ്ഞു വീണ സാഹചര്യം. ഓല എന്ന് പറയാനും പറ്റില്ല, ഷെഡിൽ മുട്ടിൻ്റെ മേലെ വരെ വെള്ളം വരുന്ന ഒരു സ്ഥലം. ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചും ജന്മം കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു 6 മാസമുള്ള ആ കുഞ്ഞിൻ്റെ ഒരു പരിചരണമുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കുന്നത്. ആ സാഹചര്യത്തിലുള്ള അവരുടെ ഒരു ജീവിതാവസ്ഥ അവർ വിശദീകരിക്കുമ്പം നമുക്ക് ഏതൊരാൾക്കും ഇത്രയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഒരു തലസ്ഥാന നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ചിറയൻകീഴിൻ്റെ ഒരവസ്ഥ സാഹചര്യം നമുക്കൊരിക്കലും പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ നിങ്ങളെങ്കിലും അതൊന്ന് പോയി കണ്ട് അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് റിപ്പോർട്ടിനോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്. പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് കുറച്ചുകൂടി ഊർജം കൂടിയാണ് ഉറപ്പായിട്ടും. കാരണം പ്രിയങ്കാജി രാഹുൽജിയൊക്കെ നമ്മളെ മണ്ഡലത്തിലേക്ക് വരിക എന്ന് പറയുന്നതും നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും കരുതലും അതൊരു വലിയ ഊർജ്ജമല്ലേ. കാരണം ചിറയൻകീഴ് പോലെയുള്ള ഒരു പ്രദേശത്ത് എൻ്റെ അമ്മമാർ, എൻ്റെ വോട്ടർമാർ, എൻ്റെ സഹോദരന്മാർ, അനുജന്മാരെയൊക്കെ കാണാൻ പ്രിയങ്കാജി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷം തന്നെ, അതൊരു വലിയ ഊർജ്ജമാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബ്ദം പ്രശ്നമുള്ളതുകൊണ്ട് പാട്ട് രമ്യച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാട്ട് എന്നുള്ളതാണ്. രമ്യച്ചി രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടും കൂടെ പാടിയാൽ കംപ്ലീറ്റ് ആവും. അതിനകത്തൊക്കെ നിർബന്ധമായിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റോഡ് ഷോ ഇപ്പോൾ തുടങ്ങാൻ നിൽക്കുകയാണ്. അതേപോലെ ഇന്നലെ മുതൽ വാഹന പ്രചരണമായതുകൊണ്ടും കുടുംബയോഗങ്ങളും ഉന്നതികളുടെ സന്ദർശനമൊക്കെ ആയിട്ട് സൗണ്ടിന് ഇച്ചിരി ഇപ്പം നിങ്ങൾക്ക് തന്നെ കേട്ടാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ റൈസ് ഗെയിം കൂടെ പിടിക്കാൻ തോന്നല്ലേ? അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ റോഡ് ഷോ ഏകദേശം ഒരു അരമണിക്കൂറിന് കൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ പാട്ടോട് കൂടി ആരംഭിക്കുന്നത്, നിങ്ങളവിടെ വന്നിട്ട് പോകണം. അവിടെ നിന്ന് പാട്ട് പാടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആത്മവിശ്വാസത്തിന്
കുറവൊന്നുമില്ല. വലിയ ഒരു പുതിയ അപരിചിതത്വം ഒന്നും എന്തായാലും ചിറയൻകീഴ് മണ്ഡലത്തിൽ വീടെടുത്തു, താമസം തുടങ്ങി കഴിഞ്ഞു എന്നൊരു ഒരു MLA ബോർഡ് വെക്കാൻ തയ്യാറായി കഴിഞ്ഞു ആയിട്ടുണ്ട്. ഇനി അതിന് ചിറയൻകീഴുകാർ സമ്മതിക്കുമെന്ന് നമുക്ക് 4-ാം തീയതി നോക്കാം. എന്തായാലും കുട്ടിക്കലാശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടികളും മറ്റും ആളുകളുള്ള സ്ഥലത്ത് സംസാരിച്ച് രമ്യ ഹരിദാസ് മുന്നോട്ട് പോവാണ്. എന്തായാലും ചിറയൻകീഴ് മണ്ഡലത്തിൽ ആത്മവിശ്വാസത്തോടെ ഉള്ള ഒരു യാത്രയാണ് എന്ന് തന്നെയാണ് രമ്യ ഹരിദാസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനും റിപ്പോർട്ടർ റഹീസ് റഷീദിനുമൊപ്പം സ്വാന്തന സാജു ചിറയൻകീഴിൽ നിന്ന്.